ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കാൻ തുടങ്ങിയതോടെ പൂവിപണിയിൽ തീവിലയാണ്. അത്തം പിറന്നതോടെ നാടും നഗരവും ഒരുപോലെ പൂക്കളമൊരുക്കാൻ തുടങ്ങിയതോടെയാണ് പൂവില റോക്കറ്റ് പോലെ മുകളിലേക്ക് ഉയർന്നത്. ഒരുവിധം എല്ലാ പൂക്കൾക്കും വില വർദ്ധിച്ചെങ്കിലും കൂട്ടത്തിൽ മുല്ലപ്പൂവിനും പിച്ചിപ്പൂവിനുമാണ് ഏറ്റവും വലിയ വിലക്കയറ്റം. ഓണക്കാലത്ത് തലയിൽ ചൂടാനും അതുപോലെ പൂക്കളങ്ങൾ അലങ്കരിക്കാനും ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും ഇത് രണ്ടിനുമാണ്. നിലവിൽ തമിഴ്നാട്ടിലെ പ്രധാന പൂവിപണികളിൽ 1 കിലോ മുല്ലപ്പൂവിന് 4000 മുതൽ 6000 രൂപ വരെയാണ് മൊത്ത വ്യാപാര വില. എന്നാൽ അതിർത്തി കടന്ന് കേരളത്തിലെ ചില്ലറ വിപണിയിലെത്തുമ്പോൾ വില പിന്നെയും കുതിച്ചുയരുകയാണ്. കേരളത്തിൽ നിലവിൽ 1 മുഴം മുല്ലപ്പൂവിന് 100 മുതൽ 150 രൂപ വരെ നൽകേണ്ടി വരുന്നുണ്ട്. പിച്ചിപ്പൂവിന് ചിലയിടങ്ങളിൽ 1 മുഴത്തിന് 100 രൂപ വരെയാണ് ഈടാക്കുന്നത്. തിരുവോണം അടുത്തു വരുന്നതോടെ പൂവില ഇനിയും ഉയരാനാണ് സാധ്യതയെന്ന് കച്ചവടക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു പുറമെ ചിങ്ങമാസം വിവാഹ സീസൺ കൂടിയായതിനാൽ ഈ മാസം മുഴുവൻ വിപണിയിൽ പൂക്കൾക്ക് വലിയ വിലക്കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും വ്യാപാരികൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ സമീപകാലത്തുണ്ടായ കാലം തെറ്റിയ കനത്ത മഴ മൂലം പൂക്കളുടെ ഉൽപാദനം കാര്യമായി കുറഞ്ഞതാണ് ഈ പെട്ടെന്നുള്ള വില വർധനവിന് പ്രധാന കാരണം. ഇതിനു പുറമെ കർണാടകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൂക്കളുടെ വരവിലും വൻ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യക്കാർ ഏറുകയും വിതരണം കുറയുകയും ചെയ്തതാണ് വിപണിയെ ചൂട് പിടിപ്പിച്ചത്. അത്തപ്പൂക്കളം ഇടാൻ ആവശ്യക്കാർ കൂടിയതോടെ മുല്ലയ്ക്കും പിച്ചിക്കും പിന്നാലെ അരളി, വെള്ളച്ചമ്മന്തി, ചെത്തിപ്പൂക്കൾ എന്നിവയുടെ വിലയും കുത്തനെ കൂടി. വിപണിയിൽ അരളിപ്പൂവിന് കിലോയ്ക്ക് 500 രൂപയോളമാണ് ഇപ്പോഴത്തെ വില. വെള്ളച്ചമ്മന്തിക്കും പ്രാദേശികമായി ഏറെ ആവശ്യക്കാരുള്ള ചെത്തിപ്പൂവിനും കിലോയ്ക്ക് 600 രൂപ വരെയായി. എന്നാൽ മഞ്ഞ, ഓറഞ്ച് ചെമ്മന്തികൾക്ക് കിലോയ്ക്ക് 250 രൂപ മാത്രമാണ് വില. ഇവ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നതിലാണ് വലിയ തോതിൽ വില ഉയരാതിരുന്നതെന്നാണ് വിലയിരുത്തൽ. അതേസമയം നാട്ടിൻപുറങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന തുളസിക്ക് പോലും കിലോയ്ക്ക് 100 രൂപ നൽകേണ്ട അവസ്ഥയാണുള്ളത്. വാടാർ മുല്ലയ്ക്ക് കിലോയ്ക്ക് 200 രൂപ നിരക്കിലാണ് വിപണിയിൽ വിൽപ്പന നടക്കുന്നത്. പൂവില വൻതോതിൽ ഉയർന്നതോടെ സാധാരണക്കാരായ ഉപഭോക്താക്കൾ വാങ്ങുന്ന പൂക്കളുടെ അളവിൽ കാര്യമായ കുറവ് വരുത്തിയിട്ടുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. മുല്ലയുടെയും പിച്ചിയുടെയും വില താങ്ങാനാവാതായതോടെ തലയിൽ ചൂടാനായി കെട്ടിയ അരളിപ്പൂക്കൾ വാങ്ങുന്നവരുടെ എണ്ണം വിപണിയിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നും വ്യാപാരികൾ പറയുന്നുണ്ട്. എങ്കിലും ഓണാഘോഷങ്ങൾ സജീവമാകുന്നതോടെ വരും ദിവസങ്ങളിൽ പൂവിപണി കൂടുതൽ സജീവമാക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ.